2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ അസം അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടം. അസമിൽ 5 മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടീസ്റ്റ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ കർശനമായ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ജമ്മു കാശ്മീരിൽ മഴയും മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. വ്യാഴാഴ്ച രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ അസമിലെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു. കംരൂപ് ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുട്ടികളടക്കം 5 പേർ മരിച്ചു. ഗുവാഹത്തിയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ചിരങ്, ബക്സ, ബർപേട്ടയടക്കം 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. 24 മണിക്കൂർ കൂടി മഴ തുടരുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മിസോറാമിലും ത്രിപുരയിലും മഴ ശക്തമായതോടെ മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും വീടുകളും സ്ഥാപനങ്ങളും തകർന്നു. സിക്കിമിലും കനത്ത മഴയ്ക്ക് ശമനമില്ല. ടീസ്റ്റ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. ജമ്മു കശ്മീരിൽ കനത്ത മഴയ്ക്കൊപ്പം തന്നെ ആലിപ്പഴ വർഷവും ശക്തമായി. ഗുൽമർഗ് അടക്കമുള്ള മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ചയുമുണ്ട്. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും കനത്ത മഴ തുടരുന്നതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.